മുണ്ടക്കയം പുഞ്ചുവയൽ പാക്കാനം കാരിശ്ശേരി ടോപ്പിൽ പുതുപ്പറമ്പിൽ ദിവാകരൻ്റെ വളർത്തുനായയെയാണ് അജ്ഞാത ജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പുലിയുടെ ആക്രമണമാണോ എന്ന സംശയമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ ദിവാകരൻ്റെ 2 നായകളും കുരച്ച് ബഹളമുണ്ടാക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ വെളിച്ചമിട്ട് നോക്കിയപ്പോഴേക്കും അജ്ഞാത ജീവി നായകളിൽ ഒന്നിനെ കടിച്ച് കൊന്നിരുന്നു. മറ്റൊരു നായ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് നാട്ടുകാരെത്തി പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നിനെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ മുമ്പും തൻ്റെ വളർത്തുനായിയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദിവാകരൻ പറയുന്നു. ഒരു ഉദ്ദേശം ഒരു 1:30-2 കൂടി പട്ടി കിടന്ന് ഭയങ്കര കാർച്ച കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജനലിനകത്തൂടെ ഓടി പെട്ടെന്ന് ലൈറ്റ് എടുത്ത് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഷെഡിനകത്ത് ഭയങ്കര സൗണ്ട് കേൾക്കണം. പട്ടി ഭയങ്കര കാർച്ചി ഓട്ടമാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് പെട്ടെന്ന് ഓടിക്കയറി പട്ടിയുടെ ഐക്യ വരുമ്പോഴത്തേക്കും പട്ടി ഏതാണ്ട് ഒരു 150 മീറ്റർ അകലെ പട്ടി ഓടി കാറിക്കൊണ്ട് ഓടുക. ഉടനെ ഞാൻ ഈ പട്ടിയെ പൂട്ടിയിട്ട് കുഞ്ഞിൻ്റെ അരികോട്ട് ചെല്ലുമ്പോഴത്തേക്കും ബ്ലഡ് അങ്ങോട്ട് കട്ട പിടിച്ച് ബ്ലഡ് മുഴുകുക. ഉടനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും പട്ടി 2 പ്രാവശ്യം പട്ടി ശ്വാസം ഒന്ന് വലിച്ചു. അന്നേരത്തേക്കും ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് ലൈറ്റ് അടിച്ചെല്ലാം നോക്കിയിട്ട് ഒരു ഇതും കാണത്തില്ല. ഉടനെ ഞാൻ പെട്ടെന്ന് അടുത്ത സുഹൃത്തുക്കളെ വിളിച്ചപ്പം പറഞ്ഞു ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു പട്ടിയെ കൊണ്ടുപോയില്ല. അന്നേരം പിള്ളേരില്ലായിരുന്നു, ഒരു പയ്യനെ നമുക്കുള്ളൂ. ആ പയ്യനെന്ന് പറയുന്നത് അമ്മമാർ ഇന്നലെ മുക്കുഴിയിൽ വെൽഡിങ്ങിന് പോയിരിക്കുകയാണ്. വെൽഡിങ് കഴിഞ്ഞ് അമ്മമാർ 1:30-2:30 കഴിഞ്ഞാൽ പിന്നെയാണ് അമ്മമാർ വരുന്നത്. വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല ഇന്നലെ പട്ടിയെ പുലിയാണെന്ന് തോന്നുന്നു പിടിച്ചു. വനംവകുപ്പിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാൻ 2 ക്യാമറകൾ സ്ഥാപിച്ചു. നമ്മുടെ ഈ മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുതുപ്പറമ്പിൽ ദിവാകരൻ എന്ന് പറയുന്ന ആളുടെ പറമ്പിൽ പുലിയാണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു റിപ്പോർട്ട്. പക്ഷേ ഇതിവിടെ വരികയും നായയെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 മാസം മുമ്പ് ഈറ്റയ്ക്കൽ ലിജിൻ എന്നുള്ള ആളുടെ പറമ്പിൽ വെച്ച് നമ്മൾ പുലിയെ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നെങ്കിൽ തന്നെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ വനത്തിൽ നിന്നും നാട്ടിലേക്ക് മൃഗങ്ങളെ പിടിച്ച് ഈ മേഖലയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് കർശനമായ നടപടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ്. അപ്പം ഇവിടെ വളരെ ഭയമില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തരണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നിരവധി ആളുകളുടെ വളർത്തുനായകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതിൽ ചില സ്ഥലങ്ങളിൽ പുലിയുടെ സാന്നിധ്യവും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.